പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി നായനയും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ആദർശ് നിന്നെ വഴക്ക് പറഞ്ഞായിരുന്നോ? പിന്നീട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ അമ്മ, ആദർശേട്ടൻ എന്നെ കണ്ടിട്ട് മിണ്ടുന്നു പോലുമില്ല. എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്യുക. മുറിയിലോട്ട് വരുന്നത് പോലും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്നൊക്കെ പറയുകയാണ് നയന. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിക്കോളും മോളെ. അവനെ ഫസ്റ്റ് കേട്ടത് കൊണ്ടുള്ള, നമ്മൾ തമ്മിൽ സ്നേഹമാണ് എന്ന് അറിഞ്ഞത് കൊണ്ടുള്ള ആ ഒരു സങ്കടം കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും, ഇല്ലെങ്കിൽ ഞാൻ റെഡിയാക്കി എടുത്തോളാം, ഞാൻ അവനോട് സംസാരിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്കും ഒരു സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ്റെ ഈ ഒരു മാറ്റം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് അമ്മേ. ഞാൻ ഒരിക്കലും ആദർശേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുകയാണ് നയന. ആ സമയത്ത് അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് അവൻ്റെ ഇത് ശരിയാക്കിയെടുക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, അമ്മ വരുന്നു എന്നല്ലേ പറഞ്ഞത്, എപ്പോഴാണ് വരുന്നത്? പിന്നെ എന്താ നന്ദുവിൻ്റെ വിശേഷം? നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോയതല്ലേ, അവൾ പിന്നെ വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ആ നന്ദു വിളിച്ചിരുന്നു, അവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഒരു കുശുമ്പും ഇതുണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടാവുകയല്ലോ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. പിന്നെ നന്ദു അത്യാവശ്യം പിടിച്ചു നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല, അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മ മാത്രമാണ് വരിക, അച്ഛൻ കൂടെ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല, അച്ഛന് എന്തോ ചെറിയ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്യുകയാണ്, അമ്മ മാത്രമാണ് വരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും അമ്മ വരുന്നതല്ലേ, അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കി വെക്കാം, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെക്കാം എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ അതനുസരിച്ച് അവർ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആദർശ് വെള്ളം കുടിക്കാനായിട്ട് കിച്ചണിലോട്ട് വരുന്നത്. എന്നിട്ട് ഒന്നും പറയാതെ അമ്മയോട് വെള്ളം വാങ്ങി കുടിച്ചിട്ട് ആദർശ് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, എന്താ മോനെ നീ ഒന്നും മിണ്ടാതെ പോകുന്നത്? നീ എന്താ നയന ഇവിടെ നിൽക്കുന്നത് കാണാത്ത പോലെ പോകുന്നത്? അല്ല, വെള്ളം നിൻ്റെ ഭാര്യയോട് ചോദിച്ച് അങ്ങ് കുടിച്ചാൽ പോരെ, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇനി നിൻ്റെ ഭാര്യയോടല്ലേ നീ എല്ലാം പറയേണ്ടതും ചെയ്യേണ്ടതും എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് ശരി, എൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ആയാൽ മതിയോ? എല്ലാം ഭാര്യയോട് പറയണം, എല്ലാം ഭാര്യയോട് ചെയ്യണം, എല്ലാം ഭാര്യയോട് ചോദിക്കണം എന്നുള്ളത് തിരിച്ചെന്താ എനിക്കൊന്നും ആഗ്രഹിച്ചൂടെ? അവൾ എന്നോട് ഇത്രയും കാലം മറച്ചു വെച്ച് എന്നെ കബളിപ്പിച്ച് നടക്കുകയായിരുന്നല്ലോ. അമ്മയും അതിൻ്റെ കൂടെ കൂടിയാണല്ലോ നടന്നിരുന്നത്. രണ്ടാളും ഇനി എന്നോട് മിണ്ടാനൊന്നും വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, നീ അത് കളം മോനെ, അത് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവൾ നിന്നോട് പറയാതിരുന്നത് എന്ന് പറയുന്ന സമയത്ത്, അതെന്താ അമ്മ പറയണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്തായാലും അമ്മയെ കളിയാക്കാനോ ഒന്നും വരത്തില്ലല്ലോ. നിങ്ങളെന്താ ജലജാൻറ്റിയുടെ ഒക്കെ കൂടെയാണോ എന്നെയും കൂട്ടിയിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ അങ്ങനെ ചിന്തിക്കല്ലോ മോനെ, അതൊന്നുമല്ല കാര്യങ്ങൾ. നീയും അച്ഛനും എന്നിൽ നിന്നും എല്ലാം മറച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അതനുസരിച്ചാണ് മോള് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അപ്പോൾ ആ സമയത്ത് നയനയും പറയുന്നുണ്ട്, അതെ ആദർശേട്ട, അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, പിന്നെ എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ പിന്നെ അതെനിക്ക് പറയാൻ പറ്റുമോ? അത് ഞാൻ പറയില്ല എന്നുള്ളത് ആദർശേട്ടന് അറിയില്ല. ആരും എന്നോട് ഒരു കാര്യം പുറത്ത് പറയരുത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആരോടും പറയാറില്ല. അതുകൊണ്ടാണ് ആദർശേട്ടൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാകും എന്നുള്ളത് ആദർശേട്ടന് അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നയന. എന്നിട്ട് ആ ഒരു സമയത്ത് ആദർശ് ഓരോന്ന് ചിന്തിച്ച് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോവുകയാണ്. ആ സമയത്ത് നയന ദേവയാനിയോട് പറയുന്നുണ്ട്, കണ്ടോ അമ്മേ, ആദർശേട്ടൻ ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ടോ എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട മോളെ, അതൊക്കെ ശരിയായിക്കോളും, നമുക്ക് പറഞ്ഞ് റെഡിയാക്കി എടുക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പിന്നീട് അവർ കനക വരുന്നത് കൊണ്ടുള്ള അവർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഭക്ഷണം ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കനക അനന്തപുരിയിലോട്ട് വരികയാണ്. അങ്ങനെ കനകയ്ക്ക് കുടിക്കാനുള്ള ആ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് വരുന്നത്. ആ സമയത്ത് അമ്മയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ടെങ്കിലും വലിയ ഉഷാറുണ്ടായിരുന്നില്ല. അങ്ങനെ ആദർശ് ഓഫീസിൻ്റെ ഒരു ഫയൽ എടുക്കാനായിട്ട് മുറിയിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് കനക ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ആദർശിന് എന്ത് പറ്റി? ഓഫീസിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യമോ ഉണ്ടോ? ആൾക്ക് ഒരു ഉഷാറില്ലല്ലോ,
വലിയ സംസാരമൊന്നുമില്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയന കരച്ചിൽ തുടങ്ങുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. ആ സമയത്ത് കനക പറയുന്നുണ്ട്, നീ കാര്യമാക്കേണ്ട, നീ വിഷമിക്കേണ്ട. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഇത് കണ്ടപ്പോഴും എന്നോട് പറയാതിരുന്നപ്പോഴും എനിക്കും സങ്കടമുണ്ടായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചപ്പോൾ നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുക എന്നുള്ള വാശിയായിരുന്നല്ലോ എനിക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ആദർശിൻ്റെ കാര്യവും. ആദർശിന് അത് സങ്കടമായിരിക്കുകയാണ്. ഓരോരുത്തർക്ക് ഓരോ പോലെയല്ലേ ഫീൽ ചെയ്യുക മോളെ, അത് കാര്യമാക്കേണ്ട, എന്തായാലും അത് ശരിയായിക്കോളും. പിന്നെ ആദർശ് ഇങ്ങനെ പിണങ്ങി നടക്കുമ്പോൾ ഒരു സങ്കടമാണ് എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ദൈവം എന്താ എന്നോട് എങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അമ്മ ശരിയായി വന്നപ്പോൾ മോന് തല തിരിഞ്ഞു വരികയാണ്. ആദർശേട്ടന് ഇപ്പോൾ ആദ്യത്തെ അടുപ്പമൊന്നുമില്ല, എന്നെ കണ്ടിട്ടും കാണാത്ത പോലെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നയന. അങ്ങനെ നയനയുടെ സങ്കടം കണ്ടിട്ടാണെങ്കിൽ നയനയ്ക്കോ കനകയ്ക്കോ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്താണ് ഫയലൊക്കെ എടുത്തുകൊണ്ട് ആദർശ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് നമ്മുടെ കനക ആദർശിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മോനെ, പിന്നെ നയന പറയാതിരുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ മോൻ്റെ അമ്മ പറയരുത് എന്ന് പറഞ്ഞാൽ നയനയ്ക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അതുകൊണ്ടാണ് മോനെ അവൾ പറയാതിരുന്നത്. മോനെ അവളോട് ദേഷ്യമൊന്നും കാണിക്കരുത്, നിങ്ങൾ നല്ലതുപോലെ തന്നെ മുന്നോട്ട് പോകണം, അവളാകെ സങ്കടത്തിലാണ് മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, സങ്കടം അവൾക്ക് മാത്രമല്ലല്ലോ ഉണ്ടാവുക, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ പറയാനുള്ളത് ആ സമയത്ത് തുറന്നു പറയണം, അല്ലാതെ മനസ്സിലിട്ടുകൊണ്ട് ബാക്കിയുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് നാടകം കളിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് കനക പറയുന്നുണ്ട്, എന്തായാലും മോന് ക്ഷമിക്ക്, അവൾ പറയാതിരുന്നതിൻ്റെ കാരണം പറഞ്ഞല്ലോ, അവളെ ഇനിയും സങ്കടപ്പെടുത്തരുത് മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് കനകയോട് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, സങ്കടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആർക്കായാലും ദേഷ്യവും സങ്കടമൊക്കെ വരില്ലേ? കാരണം ഞാൻ അമ്മയമ്മയും മരുമകളും തമ്മിൽ ഒന്നാകണം എന്നുള്ളത് ഏറെ ആഗ്രഹിച്ച ആളാണ് ഞാനും അച്ഛനും. പക്ഷെ അത് ഞങ്ങളോട് അവർ തുറന്ന് പറഞ്ഞില്ല. പിന്നെ അവരൊരു കാരണം പറയുന്നത്, എൻ്റെ അമ്മ ഒരു കാരണം പറഞ്ഞത് കരൾ കൊടുത്തത് മരുമോളാണെന്നുള്ളത് ഞങ്ങൾ തുറന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ആ ഒരു സ്വഭാവത്തിൽ ആരാണ് ഇത് തുറന്ന് പറയുക? അമ്മയുടെ സ്വഭാവം അത്രയ്ക്ക് മോശമായിരുന്നല്ലോ അന്ന് എനിക്കിങ്ങനെ പറയുകയാണ് ആദർശ്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നത്, അതൊക്കെ കഴിഞ്ഞു പോയില്ല മോനെ, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അനുസരിച്ച് ഒരു പേരക്കുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ആദർശേട്ടൻ എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, ഇനി ഞാൻ എന്തായാലും ഇങ്ങനെയൊന്നും ഒരു കാര്യവും പറയാതിരിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ എന്നോട് സംസാരിക്കാൻ വരണ്ട, എന്നോട് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ നിനക്കിവിടെ നിൽക്കുമ്പോൾ എന്നെ കാണുമ്പോൾ സങ്കടമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിനക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മയുടെ കൂടെ പൊയ്ക്കോ, നീ കുറച്ച് കാലം അവിടെ നിന്നോ, എനിക്കത് യാതൊരു പ്രശ്നവുമില്ല, ഇനി ഇങ്ങോട്ട് വരണമെന്നുമില്ല, അവിടെ തന്നെ നിന്നാൽ മതി. പിന്നെ നിനക്ക് പ്രിയപ്പെട്ടത് ഇപ്പോൾ അമ്മയാണല്ലോ, ആ അമ്മ നിൻ്റെ കൂടെ വന്ന് നിന്നാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ നിനക്ക് എൻ്റെ സ്നേഹമൊന്നുമല്ലല്ലോ വേണ്ടത്, നിൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹമല്ലേ വേണ്ടത്, അതുകൊണ്ടാണല്ലോ നീ എന്നോടൊന്നും തുറന്ന് പറയാതിരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ എന്നോട് എല്ലാ കാര്യവും തുറന്ന് പറയില്ലായിരുന്നോ എന്നൊക്കെ പറയുകയാണ് ആദർശ്. അങ്ങനെ ആദർശിൻ്റെ ആ ഒരു സംസാരം കേട്ടിട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് നയന.